പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പൗരന്മാരോട് നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നും അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. യുദ്ധം ചരക്ക് നീക്കത്തെ ബാധിച്ചതോടെ രാജ്യത്തെ ഇന്ധന ലഭ്യതയും കുറയും. ഈ പശ്ചാത്തലത്തിലാണ് പൊതുഗതാഗത സംവിധാനങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്താനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ഹൈദരാബാദിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാത്തിനും ഇറക്കുമതിയെ ആശ്രയിച്ചാൽ നമ്മളെങ്ങനെ ജീവിക്കുമെന്ന് ചോദ്യം. ദേശീയ ഉത്തരവാദിത്തം കാണിച്ചുകൊണ്ടുള്ള ജീവിതശൈലി നടപ്പിലാക്കാൻ ആഹ്വാനം. ഹൈദരാബാദിലെ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പൊതുയോഗത്തിൽ 30 മിനിറ്റ് നീണ്ടുനിന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുമായിരുന്നു. പെട്രോൾ ഡീസൽ ഉപഭോഗം കുറയ്ക്കുക, മെട്രോ റെയിൽ, പൊതുഗതാഗതം എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, വൈദ്യുത വാഹനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുക എന്നിവയ്ക്ക് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. हमें पेट्रोल डीजल का उपयोग कम करना होगा. शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे. ज्यादा से ज्यादा मेट्रो में ही जाएंगे. अगर कार में ही जाना जरूरी है तो फिर कार पूल करने का प्रयास करें. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൗരന്മാരോട് നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകിയത്. യുദ്ധം ചരക്ക് നീക്കത്തെ ബാധിച്ചതോടെ രാജ്യത്തെ ഇന്ധന ലഭ്യതയും കുറയും. ഈ മാസം 15-ന് നടക്കുന്ന പുനരവലോകന യോഗത്തിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് രാജ്യത്തെ പൊതുഗതാഗത സംവിധാനങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള പ്രധാനമന്ത്രിയുടെ ആവശ്യമെന്നതും ശ്രദ്ധേയം. കോവിഡ് മഹാമാരിയും യുക്രൈൻ യുദ്ധവും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തിയ ആഘാതത്തെക്കുറിച്ച് പരാമർശിക്കവെ വിതരണ ശൃംഖലകൾ ഗുരുതരമായി തകർന്നുവെന്നും ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം, വളങ്ങൾ എന്നിവയുടെ വില അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നുവെന്നും മോദി പറഞ്ഞു. വിദേശ നാണ്യ പ്രതിസന്ധി കുറയ്ക്കുന്നതിന് ഒരു വർഷത്തേക്ക് അത്യാവശ്യമല്ലാത്ത സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് മോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. दान की जरूरत नहीं है, लेकिन देश हित में हमको ये तय करना पड़ेगा कि साल भर तक घर में कोई भी फंक्शन हो, कोई भी कार्यक्रम हो, हम सोने के गहने नहीं खरीदेंगे. വിദേശയാത്രകൾ കുറയ്ക്കണമെന്നും വിദേശ അവധിക്കാലങ്ങൾ ഒഴിവാക്കണമെന്നും ആഹ്വാനം. വിദേശ നാണ്യശേഖരം സംരക്ഷിക്കുക എന്നത് ദേശസ്നേഹമാണെന്ന് ഓർമ്മപ്പെടുത്തൽ. വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രി ഷൂസ്, ബാഗുകൾ മുതലായ ദൈനംദിന ഉപയോഗ വസ്തുക്കൾ പ്രാദേശികമായി നിർമ്മിച്ചത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും ആഹ്വാനം. വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നും മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഉത്തരവാദിത്തമല്ലെന്ന് ഊന്നിപ്പറഞ്ഞ അദ്ദേഹം ആഗോള വെല്ലുവിളികളെ മറികടക്കാൻ രാജ്യത്തെ സഹായിക്കുന്നതിന് ഓരോ പൗരനും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അടക്കം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.